Next question. Evaluate double integral over R y square x into dA over the rectangle R equal to capital R equal to the set of all xy such that minus 3 less than or equal to x less than or equal to 2, comma 0 less than or equal to y less than or equal to 1. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ്? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഡബിൾ ഇന്റഗ്രൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇന്റഗ്രൽ ഇതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ y സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എ. ഡി എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി എ പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഓർ ഡി വൈ ഡി എക്സ്. കാരണം നമുക്കറിയാം ഇതിന്റെ ഓർഡറിന് ഒരു പ്രാധാന്യമില്ല. കാരണം ഡി എക്സ് ഡി വൈ എഴുതി കഴിഞ്ഞാലും ഡി വൈ ഡി എക്സ് എഴുതി കഴിഞ്ഞാലും ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. എപ്പോ? കറസ്പോണ്ടിങ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് മാറ്റിയാൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ y സ്ക്വയർ എക്സ് ആണ്. നെക്സ്റ്റ് ഡി എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡി എക്സ് ഡി വൈ എഴുതാം, ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ y സ്ക്വയർ എക്സ് ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെന്ത് എഴുതാം? ഡബിൾ ഇന്റഗ്രൽ y സ്ക്വയർ എക്സ് ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഇനി എക്സിന്റെ ലിമിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് വാരി ചെയ്യുന്നത് -3 to 2, y വാരി ചെയ്യുന്നത് 0 to 1. എക്സിന്റെ ലിമിറ്റ് ഫസ്റ്റ് തന്നിട്ടുള്ള ഫോമിൽ എക്സിന്റെ ലിമിറ്റ് ഈ ഇന്നർ ഇന്റഗ്രലിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് -3 to 2. കാരണം എക്സിന്റെ ഇന്റഗ്രൽ ഇതാണ്, വൈയുടെ ഇന്റഗ്രൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഇന്റഗ്രൽ. ദാറ്റ് ഈസ് ഏറ്റവും പുറത്താണ് y, therefore ഫസ്റ്റ് കിടക്കുന്ന ഇന്റഗ്രൽ ആണ് വൈയുടെ. ദാറ്റ് ഈസ് വൈയുടെ ഇന്റഗ്രൽ 0 to 1. ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതണം? കറസ്പോണ്ടിങ് വൈയുടെ ലിമിറ്റ് എന്താണ്? വൈയുടെ ലിമിറ്റ് 0 to 1, that is 0 to 1. നെക്സ്റ്റ് എക്സിന്റെ ലിമിറ്റ് -3 to 2. അപ്പോൾ നിങ്ങൾക്ക് ഡി എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം, ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം. ഇനി ഡി വൈ ഡി എക്സ് ആണെങ്കിൽ നിങ്ങൾ ലിമിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ ലിമിറ്റ് അകത്തും എക്സിന്റെ ലിമിറ്റും പുറത്തും. ഇനി ഡി എക്സ് ഡി വൈ ആണെങ്കിലോ ഡി വൈയുടെ ലിമിറ്റ് ഏറ്റവും ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡി എക്സ് അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ y square x into dx dy. That this equal to double integral y square x dx dy. X in the limit -3 to 2, y the limit 0 to 1. Therefore this equal to integral 0 to 1. First നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യും. That is -3 to 2 y square x dx first evaluate to, next into dy. Next, that is this equal to integral 0 to 1 with respect to x ചെയ്യുമ്പോൾ y square constant ആണ്. അതുപോലെ തന്നെ നമ്മൾ എഴുതും. That is y square x ന്റെ x square divided by 2, upper limit lower limit സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is -3 to 2 into dy. ഇവിടെ 1/2 പുറത്തേക്ക് എടുക്കാം അല്ലേ? That is integral 0 to 1. 1/2 കോൺസ്റ്റന്റ് ആണ്, y സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്. That is y square by 2 ഞാൻ പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് x square അതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That equal to integral 0 to 1
y square by 2 upper limit substitute ചെയ്യുമ്പോൾ 3 square minus 3 is 2 ആണ് അല്ലേ minus 3 to 2 that is 4 minus 3 that is 4 minus 9 into dy that is this equal to integral 0 to y 0 to 1 integral 0 to 1 next y square divided by 2 4 minus 9 that is minus 5 into dy with respect to y ചെയ്യുമ്പോൾ minus 5 divided by 2 എന്നുള്ളത് constant ആണ് therefore അത് outside എടുക്കാം that is minus 5 divided by 2 next integral 0 to 1 y cube by 3 into dy with respect to integrate ചെയ്തു അല്ലേ okay that is integral 0 to 1 y square dy that equal to minus 5 by 2 y cube by 3 upper limit lower limit 0 to 1 that's equal to minus 5 divided by 2 into upper limit minus lower limit that is 1 divided by 3 this 5 by 2 that equal to final answer that equal to minus 5 divided by 6 okay അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക dA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് dx dy or dy dx okay next question evaluate double integral integral 1a integral 1 to a 1 to b dx dy divided by xy x into y okay that equal to first നമ്മൾ with respect to ഇതാണ് അകത്ത് കിടക്കുന്നത് അല്ലേ അതുകൊണ്ട് ഇതിനെ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം integral 1 to a integral 1 to b 1 divided dx dy എന്ന് എഴുതാം ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അല്ലേ that equal to integral 1 to a വേണമെങ്കിൽ ഇവിടെ with respect to y x ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ് അത് വേണമെങ്കിൽ ഈ y നെ ഔട്ട്സൈഡ് എടുക്കാം ഇതിന്റെ ഔട്ട്സൈഡ് എടുക്കാം 1 divided by y എന്ന് എഴുതാം ബാക്കി എന്തുണ്ട് integral 1 to b 1 divided by x dx into dy y നെ ഇതിന്റെ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റില്ല കാരണം ഇതിനെ with respect to y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് y ഇതിന്റെയും ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഈ ഇന്റഗ്രലിന്റെ പുറത്തോട്ട് എടുക്കാം ഓക്കേ that is this equal to integral 1 to a 1 by y ഇതെന്ത് വരും log x എന്ന് വരും അല്ലേ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 1 to b dy that equal to integral 1 to a 1 by y log b minus log 1 into dy that equal to integral 1 to a 1 by y log b into dy കാരണം log 1 equal to 0 ആണ് ഓക്കെ നെക്സ്റ്റ് log b എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് ഇത് കോൺസ്റ്റന്റ് ആണ് അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്സൈഡ് എടുക്കാം that is log b പിന്നുള്ളത് integral 1 to a log 1 by y into dy 1 by y into dy that equal to log b log y upper limit lower limit 1 to a this equal to log b into log a minus again log 1 that is log a into log b okay ഇതാണ് ആൻസർ log a into log b
Next question. Evaluate double integral pi by 2 to pi integral 1 to 2 x into sin xy dy dx. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ പൈ ബൈ 2 ടു പൈ. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 ടു 2 എക്സ് വേണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഈ ഒരു ടേം ഉണ്ട്, ഈ ഒരു ടേം ഉണ്ട്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന് മാത്രമേ എക്സ് വൈ അല്ലേ, എക്സിന്റെ അകത്ത് എക്സ് വൈ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് സൈൻ എക്സ് വൈ, ഇതിന്റെ അകത്താണ് y കിടക്കുന്നത്. ദെയർഫോർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, ഇതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് സൈൻ എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇത് മാത്രം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇത് സൈൻ 2x അല്ലെങ്കിൽ സൈൻ kx കിടക്കുന്ന പോലെയാണ്. കാരണം ഇതിലെ ഒന്ന് കോൺസ്റ്റന്റ്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. ദെയർഫോർ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, പൈ ബൈ 2 ടു പൈ എക്സ് ഇൻറ്റു സൈൻ kx, that is minus cos kx divided by k. എന്ത് വരും, മൈനസ് cos xy divided by ഏതാണ് കോൺസ്റ്റന്റ്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x ആ കോൺസ്റ്റന്റ്, therefore divided by x. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1 to 2 into dx, that equal to integral pi by 2 to pi. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്തുകൊണ്ട് y ക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് എടുക്കുക. വേണമെങ്കിൽ ഇത് രണ്ടും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാരണം ഇത് x എന്നുള്ളത് ഇവിടെ y ആണ് വാരിയബിൾ, x നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ ഇത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x ഡിവൈഡ് ബൈ x വരും, ദാറ്റ് ഈസ് 1 വരും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഇത് പുറത്തേക്ക് എടുത്തു. ബാക്കി cos xy അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 to 2 into dx, that equal to minus integral pi by 2 to pi. അപ്പർ ലിമിറ്റ് എന്തിനാണ് നമ്മൾ അപ്പർ ലിമിറ്റ് എടുക്കുക, y ക്കാണ് അപ്പർ ലിമിറ്റ് എടുക്കുക. ദാറ്റ് ഈസ് cos 2y മൈനസ് cos y. സിമ്പിൾ ഫോമിലേക്ക് മാറി. വിത്ത് റെസ്പെക്ട് ടു cos 2y അല്ല, cos 2x അല്ലേ, y ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദാറ്റ് ഈസ് cos 2x മൈനസ് cos x, that equal to minus integral pi by 2 to pi cos 2x minus cos x dx. സിമ്പിൾ ഇന്റഗ്രൽ എന്ത് വരും, cos 2x ന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് sin 2x divided by 2 മൈനസ് sin x അല്ലേ, cos x ന്റെ ഇന്റഗ്രൽ sin x. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് pi by 2 to pi, that equal to അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is minus sin 2 pi divided by 2 minus sin pi. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, that is sin 2 into pi by 2 divided by 2 minus sin pi by 2. എന്താണ് sin 2 pi, sin pi 0 ആണ്, sin
2π 0 ആണ്, സൈൻ 3π 0 ആണ്. സൈൻ ഏത് പൈ വന്നു കഴിഞ്ഞാലും ദാറ്റ് ഈസ് സൈൻ n പൈ n ബിലോങ്സ് ടു z, ദിസ് ഈക്വൽ ടു 0 ആണ്. therefore ഈ ടേം 0 ആണ്, ഈ ടേം 0 ആണ്. അതുപോലത്തെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സൈൻ പൈ ഇതും 0 ആണ്. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് പുറത്ത് ബ്രാക്കറ്റിന്റെ പുറത്ത് ഒരു നെഗറ്റീവ് കിടക്കുന്നു, ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇത് 0 മൈനസ് 0 മൈനസ് 0 സൈൻ പൈ ബൈ 2 1, that is minus minus plus ആയി, that is again ഒരു മൈനസ് പുറത്ത്, therefore minus 1. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യണത്, ഇതുവരെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യന്റെയും ലിമിറ്റ് എന്തായിരുന്നു, ദാറ്റ് ഈസ് ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡി എ. ഞാൻ ഡി എ എന്ന് എഴുതാൻ പോവാണ്, കാരണം ഡി എക്സ് ഡി വൈ വരാം, ഡി വൈ ഡി എക്സ് വരാം. ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് എഴുതും, ദാറ്റ് ഈസ് എ ടു ബി സം സി ടു ഡി, രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇത്, അഥവാ രണ്ടും കോൺസ്റ്റന്റ് എന്നതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ജോമെട്രിയും കൂടി പറയാം. എക്സ് നമ്മൾ എക്സ് വൈ പ്ലെയിൻ എടുത്തു, എക്സ് ഇതിന്റെ ഇടയ്ക്ക് വാരി ചെയ്യുക, ദാറ്റ് ഈസ് എയുടെയും ബിയുടെയും ഇടയ്ക്ക് എക്സ് വാരി ചെയ്യുക. നെക്സ്റ്റ് വൈ വാരി ചെയ്യുന്നത് സിയുടെയും ഡിയുടെയും ഇടയ്ക്ക് വാരി ചെയ്യുക. അപ്പൊ ഇതാണെന്ത് വൈ വാരി ചെയ്യുന്ന റീജിയൻ, അഥവാ വൈ ഈ രണ്ട് ലൈനിന്റെയും ഇടയിലാണ്, ഈ രണ്ട് ലൈനിന്റെയും ഇടയിലാണ് വൈ വാരി ചെയ്യുന്നത്. എക്സ് വാരി ചെയ്യുന്നതോ, എക്സ് വാരി ചെയ്യുന്നത് ഈ രണ്ട് ലൈനിന്റെ, ദാറ്റ് ഈസ് ഇതാണ് എക്സ് ഈക്വൽ ടു എ, ഇതാണ് എക്സ് ഈക്വൽ ടു ബി. അപ്പോ എക്സിന്റെ ലിമിറ്റ് എ ടു ബി എന്നത് പറയുന്നത്, അതിന്റെ മീനിങ് എന്താണ്, എക്സ് ഈക്വൽ ടു എ എന്ന ലൈനിന്റെയും എക്സ് ഈക്വൽ ടു ബി എന്ന ലൈനിന്റെയും ഇടയിലാണ് എക്സ് വാരി ചെയ്യുന്നത്. അപ്പൊ എക്സ് ഇതിന്റെ ഇടയ്ക്ക് വാരി ചെയ്യണം. അതേപോലെ വൈ വാരി ചെയ്യണതോ, അടുത്ത ലിമിറ്റ് സി ടു ഡി ആണെങ്കിൽ വൈ ഈക്വൽ ടു സി എന്ന ലൈന് ഇത്, വൈ ഈക്വൽ ടു ഡി എന്ന ലൈന് ഇത്. വൈ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വാരി ചെയ്യാൻ പറഞ്ഞാ, ഇതിന്റെ ഇടയിലാണ് വൈ വാരി ചെയ്യുന്നത്. അപ്പൊ എക്സ് ഇതിന്റെ ഇടയ്ക്ക് ഈ രണ്ട് ലൈനിന്റെ ഇടയ്ക്ക് വാരി ചെയ്യുന്നു, വൈ ഈ രണ്ട് ലൈനിന്റെ ഇടയ്ക്ക് വാരി ചെയ്യുന്നു. അപ്പൊ എക്സ് ഇതിന്റെ ഇടയ്ക്കും വാരി ചെയ്യണം, വൈ ഇതിന്റെ ഇടയ്ക്കും വാരി ചെയ്യണം. അപ്പൊ ഏതാണ് റീജിയൻ, ഇതാണ് റീജിയൻ. അപ്പോൾ റെക്ടാങ്കുലർ റീജിയൻ ആണ് എന്ത്, എക്സും വൈയും കോൺസ്റ്റന്റ് ആണെങ്കിൽ, എക്സിന്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ റീജിയൻ എന്താണ്, റെക്ടാങ്കുലർ റീജിയൻ ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ ഇതായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടും കോൺസ്റ്റന്റ് ആണെങ്കിൽ റെക്ടാങ്കുലർ റീജിയൻ ആണ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ റെക്ടാങ്കുലർ റീജിയനിലെ ഇന്റഗ്രൽ. നോൺ റെക്ടാങ്കുലർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്താണ്, ഇതിലെ ഏതെങ്കിലും ഒന്നെങ്കിലും സം ഫംഗ്ഷൻ ആയിരിക്കും, അഥവാ എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെന്തായിരിക്കും, ഫംഗ്ഷൻ ആയിരിക്കും. സം ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും, അല്ലെങ്കിൽ സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.